ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം 11:15 ഞാൻ എണ്ണീച്ച് ഡ്രസ്സൊക്കെ മാറി ശുണ്ട്രിയായി. ഒരു ഷോർട്ട് കുർത്തയും ഒരു ജീൻസും. ഇത് സുഡിയോ, ഇത് മീഷോ, ഇത് സുഡിയോ എന്നാണ്. അപ്പോൾ അതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ബാക്കി മേക്കപ്പ് നമ്മൾ ചെയ്തിട്ടില്ല, നമ്മൾ വണ്ടി പോയിരുന്നു ചെയ്യുന്നതായിരിക്കും. കാരണം ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ചിരിക്കുന്ന കാരണം ഇത് കുറച്ച് ഇങ്ങനെ നിരുന്നതിന് ശേഷം ഒരുങ്ങാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ അതാണത്. ബാക്കി എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പതുക്കെ വണ്ടിയിൽ വെച്ച് കാണിച്ചത് എല്ലാവരും ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവളുമാരിതേ ബേക്കറിയിൽ ഇറങ്ങി എന്തൊക്കെ മേടിച്ച് കാണിച്ചിരിക്കുന്നതിനാ. ഇതെന്താ? കുർക്കുറയും വേഫേഴ്സ്, പിന്നെ കപ്പ് കേക്ക്. അവിടെ ആ ചേച്ചി ഇരുന്ന് മിണുങ്ങുന്ന സാധനം എന്താണെന്നും കൂടെ ഒന്ന് പറഞ്ഞു തരും. ഇതിന്റെ മറ്റേ ഫ്ലേവർ. ഏത് ഫ്ലേവറാടി? സാൾട്ട് ആൻഡ് പെപ്പർ. മറ്റേ ഫ്ലേവറാ നല്ലത്. ഒത്തിരി കുടിക്കണ്ട കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ ഗൈസ്. എന്ത് കഴിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചത്. കഴിഞ്ഞ ദിവസം റീൽസിൽ ഞാനതിങ്ങനെ കണ്ടായിരുന്നു. കണ്ടപ്പോൾ തൊട്ട് കഴിക്കണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ഐഷത്താത്തയും സൈനത്താത്തയും പോണ വഴിക്ക് എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. കാരണം രാവിലെ ഒരു വക കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ വന്നു. ഇവർക്ക് 3-4 ഔട്ട്ലെറ്റ് ഉണ്ട്. നമ്മൾ പനമ്പള്ളി നഗറിലെ ഔട്ട്ലെറ്റിലാട്ടോ വന്നത്. ഗൈസ്, നമ്മളങ്ങനെ ഡിണ്ടിഗൽ തലപ്പാക്കട്ടിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ഫുഡ് വരുമ്പോൾ അറിയാം ഗൈസ്, ഫുഡ് വരുമ്പോൾ അറിയാം. അങ്ങനെ ഫുഡ് പറഞ്ഞ് ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഫുഡെല്ലാം വന്നിട്ടോ. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ഒരൊറ്റ ടേബിൾ ഒഴിവുണ്ടായിരുന്നു. ആ ടേബിളിലോട്ട് ഞങ്ങൾ ഇരിക്കുകയും ചെയ്ത്. ഇത്ര തിരക്കുണ്ടായിട്ട് പോലും 5 മിനിറ്റിനുള്ളിൽ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരാരും മിണ്ടണില്ല. ആ പുള്ളി ചോദിക്കുന്നുണ്ട് ഇവിടത്തേക്കാണോ ഓർഡർ, ഇവിടെയാണോ വെക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ഐഷയും ഉമ്മിച്ചി സൈനും ഒരു അക്ഷരം ഇണ്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫോൺ പിന്നെ അവരെ കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ അത് പറഞ്ഞേ. ഉമ്മിച്ചൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു ഗൈസ് ഫുഡ് വന്നപ്പോഴത്തേക്കും. കാരണം എന്ന് മനസ്സിലായി, മരിക്കാറുണ്ട്. നമ്മൾ 2 ചിക്കൻ പറഞ്ഞിട്ടുണ്ട്, മുട്ടയൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഒരു മട്ടൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ചിക്കൻ പറഞ്ഞു. കാരണം ഇഷ്ടപ്പെടുമോ എന്ന് അറിയത്തില്ല. വാപ്പ ഇച്ചിരി കഴിക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കണത്. അല്ല വാപ്പ ഇച്ചിരി കഴിക്കുള്ളൂ ഗൈസ്, കണ്ടറിയണം ഗൈസ്. അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തൈര് സാലാഡ് ഉണ്ട്. അതുപോലെ തന്നെ എന്തോ ഒരു ഗ്രേവി ഉണ്ട് ഗൈസ്. ഇതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാം കുറച്ച് ഒഴിച്ചിട്ട്. അതുപോലെ തന്നെ കുറച്ച് തൈരും കൂടെ നമുക്ക് ഇവിടെ തട്ടിയിടാം. മൊത്തം തട്ടണം, വേണ്ട കുറച്ച് തട്ടിയാൽ ഗൈസ്. ഇല്ല വേണ്ട, മൊത്തം തട്ടാം ഗൈസ്. ഈ ടേസ്റ്റിംഗ് ആണ്. ആ ഗ്രേവിയും ചോറും ഇവിടെ കഴിക്കാം. കുറച്ച് തൈര് സാലാഡ്, പിന്നെ കുറച്ച് ചിക്കൻ. നല്ല സോഫ്റ്റ് ചിക്കൻ ഗൈസ് അവിടെ വെച്ച് തരുക. ചൂട് വേണ്ട, നമുക്ക് ഗ്രേവി ഇല്ലാതെ കഴിച്ചോളാം കേട്ടോ. ചിക്കൻ എനിക്ക് ഗ്രേവി ആയിട്ടാട്ടോ ഇഷ്ടപ്പെട്ടത്. ഗ്രേവി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്ത് ഗ്രേവിയാന്ന് അറിഞ്ഞോളാം. മട്ടൻ എങ്ങനെയുണ്ടോ അപ്പ? മട്ടൻ എങ്ങനെയുണ്ടോ? മട്ടൻ കൊള്ളാവാ? എങ്ങനെയുണ്ട് അമ്മ? എന്ത് കച്ചടം. ഓ അയ്യോ, തൈര് സാലാഡിൽ പച്ചമുളകില്ല എന്നുള്ളതാണ് ബാപ്പ കണ്ടുപിടിച്ച കുറ്റം ഗൈസ്. ഗൈസ്, നമുക്കിനി മട്ടൻ കഴിച്ചു നോക്കാം. എനിക്കിന്ന് റൈസ് എല്ലാം സെയിം ആണെന്നാണ് തോന്നണേ. മട്ടനൊക്കെ നല്ല അടിപൊളി സോഫ്റ്റാണ്. കുറച്ച് ഗ്രേവിയും
പിന്നെ കുറച്ച് തൈര് സാലാഡ്, പിന്നെ ഒരു മട്ടൻ പീസും കൂടെ വെച്ച് കഴിച്ച് നോക്കാം. എനിക്ക് ചിക്കൻ ആട്ടോ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട മട്ടനേക്കാളും. ഇവർക്ക് മട്ടൻ കോള എന്ന് പറഞ്ഞിട്ട് വേറെ ഒരെണ്ണം, കോല എന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. മറ്റേ കീമ ബോൾസ് വെച്ചിട്ടുള്ളത്. നമ്മൾ നോർമലാട്ടോ മേടിച്ച്. ചിക്കനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഗൈസ്, ഇനി നമ്മൾ ഭക്ഷണത്തിനെ കുറിച്ച് 2 വാക്ക് പരാമർശിക്കുകയാണ്. പരാമർശിക്കാന്നല്ലേ അമ്മ? പരാമർശിക്കുകയാണ് ഗൈസ്. ഫുഡ് അടിപൊളിയായിരുന്നു, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് ഭയങ്കര അടിപൊളിയായിരുന്നു ഗൈസ്. ആ ഗ്രേവിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി ശരിക്കും നല്ലതായിരുന്നു. എനിക്ക് മട്ടൻ പക്ഷെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. മട്ടൻ എനിക്ക് തോന്നുന്നു ഐഷയ്ക്ക് സൈനബിനൊക്കെ ഇഷ്ടപ്പെടുന്നു. കഴിച്ചില്ല? ഐഷയും കഴിച്ചിട്ടില്ല. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ നോക്കി. വാപ്പയും സൈനബും കഴിച്ചതെന്ന്. സൈനബ് 2-3 തവണ എടുക്കണ്ടായിരുന്നു. അപ്പോൾ സൈനബിന് ഇഷ്ടപ്പെട്ടു തോന്നാണ്. എനിക്ക് ചിക്കനാണ് കഴിച്ച് ഇഷ്ടപ്പെട്ടത്. എല്ലാവരും പോയി കഴിച്ചു നോക്കണം. എനിക്ക് തോന്നുന്നു ഒറത്തിന് എത്രയാമ്മ? പാപ്പ എത്രയാ ഒറത്തിന്? 200 സംതിങ് കാണ്ടാണ് ചിക്കൻ തലപ്പാക്കട്ടി ബിരിയാണിക്ക്. ആൻഡ് അപ്പം ഇപ്പോൾ പറഞ്ഞാൽ ഗൈസ് ഉമ്മച്ചൊന്നും പറ്റില്ല. 259 ചിക്കന് 259 ആണ്. മട്ടന് 370 ആ റേറ്റിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ചിക്കനാണ് ഏറ്റവും ബെസ്റ്റ്. ഗൈസ്, നമ്മളവിടെ കോംപ്ലക്സ് വന്നിരിക്കുകയാണ്. ഈ സൈനബിന് ചെരുപ്പ് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വയ്യ ഗൈസ് നടക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇവളില്ലായിരുന്നു. അതിനിങ്ങനെ കാണിക്കണോ ഗൈസ്? പാപ്പാനെ കാണാനില്ല. ഇവിടെ സിലോണല്ലേ അമ്മ? ഇത് സിലോണിൽ കയറി പാപ്പാനെ കാണാനില്ലായിരുന്നു. കിട്ടി ഗൈസ്, കിട്ടി ഇതേ. ഗൈസ്, അങ്ങനെ നമ്മളിതേ കടയിലെത്തി. രമണി ഇതേ ഫോൺ കവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മളിപ്പോൾ ചെരുപ്പ് ഷോപ്പിലാണ് ചെരുപ്പിൽ നോക്കാൻ വേണ്ടിയിട്ട്. കവർ നോക്കി എനിക്ക് ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ചുളുവിന് ഞാൻ മിക്കവാറും ഒരു ചെരുപ്പ് ഞാൻ കിട്ടുമെന്ന്. ഗൈസ്, ചുളുവിന് എനിക്കൊരു ചെരുപ്പ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ കിട്ടിയില്ല ഗൈസ്. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടുമില്ലായിരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടതൊക്കെ ഭയങ്കര പ്രൈസ് ആയിരുന്നു. അപ്പോൾ സൈനബിന് കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ സിലോണിൽ പോയായിരുന്നു. മീളിൽ അവരെ ഫുഡ് കോർട്ട് ഉണ്ട്, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവർ ചായ തരാമെന്ന് പറഞ്ഞു, ചായ തന്നില്ലായിരുന്നു. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടിട്ടില്ലാത്തൊരു ഇതായിരുന്നു ഔട്ട്ഫിറ്റ്. ഭയങ്കര കംഫി ഔട്ട്ഫിറ്റ്. ഗൈസ്, ഈ ബ്രൗണി മേടിക്കണമെന്നുണ്ട്. സെനക്ക് ബ്രൗണി വേണോ? എനിക്കും വേണം. ഇനി ചോദ്യം പറച്ചിലൊന്നുമില്ല ഗൈസ്, നമ്മളതങ്ങ് എടുത്തിട്ട് പോവുകയാണ് ഗൈസ്. പിന്നെ ഐഷ വാപ്പാനത് എന്തോ മേടിക്കാൻ വേണ്ടി കൺവിൻസ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഗാർലിക് മേടിക്കാവോ? ഗൈസ്, അവരെന്നെ മൈൻഡ് ചെയ്യുന്നില്ല. എനിക്കിത് ഗാർലിക് വേണം ഇവിടെ. ഗൈസ്, എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. അവൾമാരിത് എന്നാ ഗൈസ് അൽമിറ ഇരിക്കുന്നേ. XNRI പിള്ളേർക്ക് ഇത് മനസ്സിലായ അൽമിറയുടെ ചോക്ലേറ്റ് ഉണ്ടോ? ചോക്ലേറ്റ് ആണ് മെയിൻ. വേറൊരു രീതിക്കായിരുന്നു. കുറച്ച് പായസം നമുക്ക് സാമ്പിൾ ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ടമ്മ? എന്ത് പായസം? പാലട പായസമാണ്. ശർക്കര പായസം ഉണ്ടെന്ന് തോന്നുന്നല്ലേ ഗൈസ്? ഇതെന്തായിരുന്നു അറിയത്തില്ല, പേരറിയത്തില്ല. കാണാൻ ഭംഗിയുള്ളത് കൊണ്ട് മേടിച്ചാണ് ഗൈസ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന വാവാച്ചി എന്താണ് മേടിച്ചതെന്ന് കാണിച്ചു തരാം. കിൻഡർ ജോയ് ആണ് ഗൈസ് മേടിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇതൊരു കളക്ഷൻ തന്നെയുണ്ട്. പിന്നെ ഇതും മേടിച്ചിട്ടുണ്ട്. ഇത് കൊള്ളാല്ലേ? ചീസ് കേക്ക് ആണോ? അറിയത്തില്ല. ഓറിയോ, ഞാൻ ഇതിന്റെ ഓറിയോ കാണിച്ചത്. അതവിടെ
വേഗം പൊക്കിയെടുക്കൂ. എങ്ങനെയുണ്ട്? കൊള്ളാവാ? നനക്കുതാ. ഇതിനും മധുരം ഇല്ല. നല്ല ടേസ്റ്റ് ഉണ്ടോ അമ്മ? ഇത് കഴിച്ചു നോക്കാം. തീരെ മധുരം ഇല്ല. നമുക്ക് അടുത്ത ടേസ്റ്റ് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അയ്യോ താഴെ അടിപൊളി തന്നില്ല. എനിക്ക് അടിയത്തെ ഭാഗം കിട്ടിയില്ല. നമ്മളിതേ സൈനഫിന്റെ കിൻഡർ ജോയ് ടോയ് പൊട്ടിക്കാണ്. എന്താ കിട്ടിയ സൈന? മോതിരോ? അതെ, തലയിലാ മോതിരവാ? ആണ്. ഇത് തലയില് വെക്കുന്നയാ? സാധനം നോക്കിയേ, ഇത്രയും വലിയൊരു ഹെയർ ബാൻഡോ? സൈന അത് മോതിരാണ്. അല്ല, അതിനകത്ത് മറ്റേ മോതിരാണ്. നോക്ക് നോക്ക്. അയ്യോ അയ്യോ, തലയിലും വെക്കുന്നത് സ്പേസ്. വേസ്റ്റ് ഓഫ് മണി. എനിക്ക് ഈ സാധനം വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് കഴിക്കണ ടൈമില് മിഠായി ഭയങ്കര ടേസ്റ്റ് അല്ലേ? മിഠായി കാണിച്ച സൈന ഗൈസ്, വാവാച്ചിക്ക് ഒരു മോതിരം കിട്ടിയിട്ടുണ്ട്. കളക്ഷൻ ആയിട്ടുണ്ട് ഗൈസ്. തൂക്കി വെച്ചിട്ട് 1 കോടി. പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് കഴിഞ്ഞപ്പോഴത്തുണ്ടാവും നമ്മൾ രാവിലെ കണ്ടതിനേക്കാളും ഭയങ്കര മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ മഴയായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ശരിക്കും മഴ മാത്രമല്ല, ഇങ്ങനെ ഫോഗ് പോലെ വന്ന് നിൽക്കുകയായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഗേസ്. ഫുള്ള് എനിക്ക് തോന്നുന്ന ആൾക്കാരും പ്രതീക്ഷിക്കാമായിരുന്നു. കാരണം എല്ലാവരും ഓരോ സ്ഥലത്തൊക്കെ കയറി നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ പാലം കയറിയത്. ഇതിൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല ഗേസ്, ഞാൻ മറന്നുപോയി. എന്നോട് പറഞ്ഞു തന്നിരുന്നത് ഇതാണ് ആ പാലം, അതൊക്കെ എടുക്കണമെന്നൊക്കെ. പക്ഷെ ശരിക്കും സെറ്റ് വ്യൂ ആയിരുന്നു മഴ പെയ്യുമ്പോൾ. കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് നമ്മൾ കാസ കിച്ചണിൽ നിന്ന്. ഗേസ് ഇതിൻ്റെ പേരെന്താന്ന് നമുക്ക് അറിഞ്ഞൂടാ. വേണം കഴിച്ച് നോക്കാം. ചിക്കനാന്ന് മാത്രമേ അറിയുള്ളൂ. ഇതിനൊരു ക്രീമി ടെക്സ്ചറാണ്. നമുക്കിനി അടുത്തത് ഇത് ടേസ്റ്റ് നോക്കാം. ഒരു പോക്കറ്റ് പോലെയാ. രണ്ടും കൊള്ളാട്ടോ ഗൈസ്. രണ്ടും ചിക്കനാണ്. എനിക്ക് മറ്റാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെടുക. അത് ഭയങ്കര ക്രീമിയാണ്. നമുക്കിനി സ്വല്പം മധുരമാകാം. നമ്മൾ നേരത്തെ ഏതെടുക്കാം? നമ്മൾ നേരത്തെ അവിടെ നിന്ന് മേടിച്ച മഫിൻ കഴിച്ചു നോക്കാം ഗൈസ്. കുറച്ച് ഡ്രൈ ആണ്, പക്ഷെ കൊള്ളാം. ഓക്കെ ഗൈസ്, ആ മഫിൻ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് കിടന്നുറങ്ങി. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എല്ലാം ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ കമ്മലിട്ടിട്ട് കാതൊന്ന് ചെറുത് എന്തുപോലെയായി. പിന്നെ കമ്മലെ കൂരി വെച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറി. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിക്കുന്നുണ്ടാവില്ല. ഇവരെന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്കൊന്നും കഴിക്കാൻ വേണ്ടിയിട്ടൊരു മൂഡില്ലാത്തത് കൊണ്ട് ഞാനൊന്നും കഴിക്കുന്നതായിരിക്കത്തില്ല. ഇനിയിപ്പോൾ നാളെ നമുക്ക് പോകണം, തിരിച്ച് തൊടുപുഴയ്ക്ക് പോകണം ഗൈസ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് ഞാൻ കിടക്കും. കിടന്നിട്ട് പിന്നെ ഉറങ്ങുന്ന സമയം മനസ്സിലായോ, നമ്മളിങ്ങനെ തോണ്ടി 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 അപ്പോൾ അതൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.